ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു സംഭാഷണം, മുന്നേ നടന്ന ഒരു മാസം മുമ്പേ നടന്ന ഒരു സംഭാഷണം വീണ്ടും പൊങ്ങി വന്നത് സഫാനും അയൂബ് ഖാനും തമ്മിലുള്ളതാണ്. അയൂബ് ഖാന് ഈ കേസിൻ്റെ ആദ്യ കാലം തൊട്ട് തന്നെ ഉറപ്പായിരുന്നു ഇനിയൊരു തിരിച്ചു വരവ് ഇല്ല എന്നുള്ളത്. പക്ഷേങ്കിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും മറ്റ് ലീഡർമാരുടെ പ്രചോദനം ഉൾക്കൊണ്ടും ഇദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെ ഈ കമ്പനിയെ തള്ളിക്കൊണ്ട് നടന്നു. ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു യൂട്യൂബർ ആവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ വളർത്തുക, എന്നിട്ട് എന്തും അതിലൂടെ പറഞ്ഞ് ആളാവുക എന്നുള്ളതായിരുന്നു. അത് ഏതാണ്ട് നേടി എന്ന് തന്നെ പറയാം. ഇപ്പോൾ നല്ല രീതിയിൽ ആ യൂട്യൂബ് ചാനലൊക്കെ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ പതിയെ പതിയെ ഇദ്ദേഹത്തിനും മടുത്തു തുടങ്ങി. ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പിന്നെയും കുടുങ്ങിപ്പോകും എന്നുള്ള തിരിച്ചറിവാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന്. ആ ഒരു വാക്ക് നമ്മുടെ സഫാനെ പോലെ ഉള്ള ആൾക്കാരിലും എത്തി. അപ്പോൾ സഫാൻ അതിനെ ചോദ്യം ചെയ്തു. നീ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, നീ ഇന്നയാളോട് പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ ഒക്കെ ഇദ്ദേഹം പറഞ്ഞതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഇവർ വാങ്ങിയിരിക്കുന്ന ഫണ്ടുകൾ നിയമവിരുദ്ധമാണ്, ഇവർ കൊടുത്തിരിക്കുന്ന ഫണ്ട് നിയമവിരുദ്ധമാണ്, അങ്ങനെ രേഖകളൊന്നും ഇല്ല എന്ന് ഇദ്ദേഹം തന്നെ വീഡിയോ തന്നെ പറഞ്ഞതാണ്. അതൊക്കെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാമ്യത്തിൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കോടതി എടുത്തിരിക്കുന്ന ആ നിലപാട്, നിരവധി തെളിവുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഷോപ്പ് ഒഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അതിലെ സാധനങ്ങൾ കലക്ടറോട് ഓപ്ഷൻ ചെയ്തിട്ട് പൈസയാക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. ഇ ഡിയുടെ കേസിൽ നിന്ന് അത്ര വേഗത്തിലൊന്നും ഊരിപ്പോവാൻ പറ്റില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹം ഇന്നലെ തന്നെ ചില ആൾക്കാരോട് ചെയ്ത ചാറ്റ്, ഈ കമ്പനി തിരിച്ചു വരില്ല എന്നുള്ള ചാറ്റുകളൊക്കെ ഞാനും കണ്ടതാണ്. അതെന്തായാലും പേഴ്സണൽ ആയതുകൊണ്ട് അതിനെ അതേപോലെ പുറത്തുവിടാൻ നിർവാഹമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. എന്നിട്ടും ഇവൻ 1000-ഓളം ആൾക്കാരോട് പറഞ്ഞ് എല്ലാം ശരിയാകുന്നുണ്ട്, എല്ലാം പോസിറ്റീവാണ്, നമ്മൾ തിരിച്ചു വരും എന്ന് തള്ളും. പ്രൈവറ്റായിട്ട് ഇവൻ പറയും ഒന്നും തിരിച്ചു വരില്ല, എല്ലാം പോക്കാണ് എന്ന് പറയും. പക്ഷേങ്കിൽ പബ്ലിക്കായി ഗ്രൂപ്പുകളിൽ വന്ന് ഇങ്ങനെയും പറയും. അങ്ങനെ പലതരത്തിലാണ് ഇവൻ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ബൈ.